ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മുൻപും ശബരിമലയിൽ സ്പോൺസർമാരുടെ വിളയാട്ടം. ക്ഷേത്രത്തിന്റെ പേരിൽ വ്യാപകമായി പണം പിരിച്ച് ഉദ്യോഗസ്ഥരും സ്പോൺസർമാരും വീതം വെച്ചെടുക്കുന്നതായി കാണിച്ച് ദേവസ്വം വിജിലൻസ് 2013 ഹൈക്കോടതിക്ക് സമർപ്പിച്ച റിപ്പോർട്ടർ പുറത്തുവിടുന്നു. തന്ത്രിയോ ദേവസ്വമോ അറിയാതെ കൊടിമരത്തിൽ സ്വർണ്ണ പെയിന്റ് അടിച്ചു എന്ന അതിവിചിത്ര വിവരവും ഇതേ റിപ്പോർട്ടിലുണ്ട്. 2011 ഡിസംബറിലെ അവസാന നാളുകളിലാണ് കേട്ടുകേൾവിയില്ലാത്ത ഇടപാട് ശബരിമലയിൽ നടന്നത്. എക്സിക്യൂട്ടീവ് ഓഫീസർ എം സതീഷ് കുമാർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കെ രാജൻ എന്നിവരെ കൂടാതെ സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം ശബരിമലയിൽ ലെയ്സൺ ഓഫീസറായി ജോലി ചെയ്തിരുന്ന പി ബാലനും ചേർന്നാണ് കൊടിമരത്തിന്റെ താഴെ ഭാഗത്ത് സ്വർണ്ണ കളർ പെയിന്റ് പൂശിയത്. തന്ത്രിയോ ബോർഡോ അറിഞ്ഞില്ല. വിവരം ദേവസ്വം ഓംബുഡ്സ്മാൻ ഹൈക്കോടതി അറിയിച്ചതിനെ തുടർന്നാണ് അന്വേഷണം ഉണ്ടായത്. സ്വർണ്ണ കൊടിമരത്തിന്റെ ചുവട്ടിലെ പഞ്ചവർഗ തറയിലും പീഠത്തിലും അഷ്ടദിക്പാലക പ്രതിഷ്ഠകളിലും ചായം പൂശിയതായി സ്ഥിരീകരിച്ചാണ് വിജിലൻസ് SP CP ഗോപകുമാർ റിപ്പോർട്ട് നൽകിയത്. ഇതിന്റെ പേരിൽ 2014 നടത്തിയ ദേവപ്രശ്നത്തിലാണ് കൊടിമരം മാറ്റി സ്ഥാപിക്കാൻ തീരുമാനമായത്. 2017 അത് പൂർത്തിയാക്കിയപ്പോഴാണ് പഴയ കൊടിമരത്തിലെ വാജിവാഹനം തന്ത്രി കണ്ഠരര് രാജീവർക്ക് കൈമാറിയത്. അതേസമയം ഇതേ വിജിലൻസ് SPയുടെ റിപ്പോർട്ടിലാണ് സ്പോൺസർമാരുടെ കൈവിട്ട കളിയും വിശദീകരിച്ചത്. ശബരിമലയുടെ പേരിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ പിരിക്കുകയും അതിൽ ചെറിയൊരു അംശം മാത്രം ക്ഷേത്രത്തിന് നൽകി ബാക്കി തുക വീതം വെച്ചെടുക്കുകയും ചെയ്യുന്നതായി റിപ്പോർട്ടിൽ വ്യക്തമായി പറഞ്ഞിരുന്നു. എന്നാൽ ഇതിലൊന്നിലും നടപടി ഉണ്ടാകാതെ തുടർന്നപ്പോഴാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം വൻ സംഘങ്ങൾക്ക് അഴിഞ്ഞാടാൻ വഴിയൊരുങ്ങിയത്. അനിൽ ഇമ്മാനുവൽ, റിപ്പോർട്ടർ, കൊച്ചി.